ഡോളർ തകർന്നു, ഇന്ത്യൻ കറൻസി കുതിച്ചു കയറി. പക്ഷെ എന്താ, ഇതൊക്കെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മീഡിയയിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം. യാഥാർത്ഥ്യം എന്താ സംഭവിച്ചത്? അപ്പം ഞാൻ ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. വീഡിയോകളിൽ നിങ്ങൾക്ക് പഴയ വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ടാരിഫുമായി ബന്ധപ്പെട്ട്, അതായത് പുണിറ്റീവ് ടാരിഫ് വരുന്നതിന് മുമ്പ് 25% റെസിപ്രോക്കൽ ടാരിഫ് അമേരിക്ക പ്രഖ്യാപിച്ച സമയത്ത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന മണിയുടെ ഡിവാല്യുവേഷൻ, അതായത് ഇന്ത്യൻ കറൻസി അതിൻ്റെ വാല്യുവേഷൻ കുറയും, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. ഈ പ്യുണിറ്റീവ് ടാരിഫ്, പണിഷബിൾ ടാരിഫ്, റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് അന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കറൻസിയുടെ വില പോകും, അതിൻ്റെ വാല്യുവേഷൻ പോകും. 2-3 മാസം കഴിയുമ്പോൾ അത് $1 100 രൂപയായിട്ട് മാറും. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും,